സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും പുതിയ ഭരണ നേതൃത്വം ചുമതലയേൽക്കുകയാണ്. വി രാജേഷ് തിരുവനന്തപുരം മേയറാകുന്നു. സംസ്ഥാനത്തെ ആദ്യ BJP മേയറുടെ തെരഞ്ഞെടുപ്പ് ആഘോഷമാക്കി മാറ്റി പ്രവർത്തകരും നേതാക്കളും. കോൺഗ്രസിന്റെ 2 വോട്ടുകൾ അസാധുവായി. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശ്രീലേഖ കോർപ്പറേഷനിൽ നിന്ന് തിരിച്ചുപോയി. BJP അംഗങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CPIM. സത്യപ്രതിജ്ഞയിൽ ദൈവങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചത് ചട്ടലംഘനമാണ് എന്നാണ് CPIMന്റെ ആരോപണം. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, കോർപ്പറേഷനിലൊരു ചരിത്ര ജയമാണ് BJP സ്വന്തമാക്കിയത്. അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ മേയർ അധികാരമേൽക്കുന്നു. അപ്പോഴും ശ്രീലേഖയുടെ എതിർപ്പ് പരസ്യമാക്കുന്ന നടപടി ഒരു കല്ലുകടിയായി മാറുന്നുണ്ട്. വിവരങ്ങൾ എന്താണ്? ഏറ്റവും ഒടുവിലായി ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി റിനു ശ്രീധർ. ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആശാനാഥിനെ 50 വോട്ടുകൾ നേടി ഡെപ്യൂട്ടി മേയറായി ചുമതല ഏറ്റിട്ടുണ്ട്. BJPയുടെ 1 വോട്ട് അസാധുവായിരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. UDFന്റെ മേരി പുഷ്പം സ്ഥാനാർത്ഥിയായിരുന്നു, 19 വോട്ട് നേടി. രാഖി രവികുമാർ LDF 28 വോട്ടും നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോൺഗ്രസിന്റെ വിമതനായിട്ടുള്ള സുധീഷ് കുമാർ വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ആകെ 2 വോട്ടുകളാണ് അതോടുകൂടി അസാധുവാകുന്ന ആ സാഹചര്യത്തിലേക്ക് പോയത്. ഇപ്പോൾ ആശാനാഥ സംസാരിക്കുകയാണ്, മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നമുക്കറിയാം, രാവിലെ തന്നെ വി രാജേഷിനെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി രാജേഷിനെ മേയറായി ചുമതലയേൽക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറെ വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ഇപ്പോൾ മേയറായി വി രാജേഷിനെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മുതിർന്ന നേതാക്കളടക്കം, അതായത് രാജീവ് ചന്ദ്രശേഖർ അടക്കം തിരുവനന്തപുരത്തെ ഈ നഗരസഭയിൽ ഉണ്ട്. ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ആദ്യം മേയറായി ചുമതലയേറ്റ വി രാജേഷിന്റെ വലിയ ഫ്ലെക്സ് ബോർഡ്, നരേന്ദ്രമോദിയുടെ കൂടി ഉൾപ്പെടുന്ന ഫ്ലെക്സ് ബോർഡ് ഈ കെട്ടിടത്തിന്റെ മുകളിൽ അവർ ഇട്ടത് അല്ലെങ്കിൽ തൂക്കിയിട്ടത്. ഇപ്പോൾ മേയറുടെ, അതായത് ഡെപ്യൂട്ടി മേയറുടെ ഒരു ഫ്ലെക്സും അവിടേക്ക് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ ആഹ്ലാദത്തിലാണ് BJP പ്രവർത്തകർ. എന്നാൽ രാവിലെ തന്നെ ഒരു കല്ലുകടി ഉണ്ടായത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെ കൗൺസിൽ ഹാളിൽ നിന്ന് ശ്രീലേഖ മേയറായി BJP ആദ്യഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ശ്രീലേഖ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയെന്നാണ് വിശദീകരണം. എങ്കിൽ പോലും അത് വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിനിടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൗൺസിൽ അംഗങ്ങൾ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് CPM അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കെ ഉണ്ടായ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുൻ കൗൺസിലർ ശ്രീകുമാർ മേയർക്ക് ഇന്ന് തന്നെ ഒരു പരാതിയായി കൈമാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും തിരുവനന്തപുരം നഗരസഭയിൽ ചുമതല ഏറ്റുകഴിഞ്ഞു. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. ആശാനാഥ്, BJPയുടെ ആശാനാഥിന് 50 വോട്ടുകൾ ലഭിക്കുന്നു. കോൺഗ്രസിന്റെ മേരി പുഷ്പത്തിന് 19 വോട്ടുകൾ മാത്രം. രാഖി രവികുമാർ LDFന്റെ രാഖി രവികുമാറിന് 28 വോട്ടുകളും ലഭിക്കുന്നു. UDF വിമതൻ സുധീഷ് കുമാർ വോട്ട് ചെയ്തില്ല, 2 വോട്ട് അസാധുവാകുന്നുണ്ട്. നേരത്തെയുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ വിവാദവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ CPIM ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ദൈവങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിന്റെ നിയമസാധുത എത്രത്തോളമാണ് എന്ന കാര്യമൊന്നും അറിയില്ല. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.